ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു നാടൻ വിഭവം തയ്യാറാക്കിയാലോ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഐറ്റം കൂടെയാണ് കേട്ടോ ഇത്. വൈകുന്നേരങ്ങളിലൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. ഒരു പെർഫെക്റ്റ് സുഖിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളിത് ആദ്യമായിട്ട് തയ്യാറാക്കി നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാം, സക്സസ് ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓവർനൈറ്റ് കുതിർത്തെടുത്ത ചെറുപയറാണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്തെടുക്കുന്നത് നമ്മുടെ ഒരു സ്വീറ്റ് ആയിട്ടാണല്ലോ, അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു സ്റ്റെപ്പ് അത്യാവശ്യം ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ചെറുപയറിൻ്റെ വേവ് അധികമായി പോകരുത്. ചെറുപയറിൻ്റെ വേവ് കുറഞ്ഞു പോകാനും പറ്റില്ല, അധികമായി പോകാനും പറ്റില്ല. അധികമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടില്ല, സുഖിയൻ്റെ ആ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഞാനതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കാം. അവിടെ ശർക്കര പാനി അവിടെ റെഡി ആയിക്കോളും. നമ്മുടെ സുഖേനല്ല ചെറുപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിൽ മതി. ഒറ്റ വിസിലിന് തന്നെ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇത് നന്നായിട്ട് നമ്മൾ കുതിർത്തെടുത്ത ചെറുപയറാണല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം. എനിക്ക് കുറേ ഹെൽപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ബാറ്റർ നമ്മൾ പഴംപൊരിക്കൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ, അങ്ങനെയുള്ളൊരു ബാറ്ററാണ് കേട്ടോ. നമുക്ക് അത് ചെറുപയർ ബൗളാക്കിയിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മളൊരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, കാരണം കട്ടകളൊന്നുമില്ലാണ്ട് നമുക്ക് കിട്ടും. ഇവിടെ ഒരാൾ മിക്സ് ചെയ്യാനും ഒരാൾ വെള്ളം ചേർത്ത് കൊടുക്കാനും വെച്ചിരിക്കുന്നത്. അത് അല്ലെങ്കിൽ രണ്ടാളിവിടെ അടിയാവും, രണ്ടും ഒരാൾക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരാളെ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്, ഒരാളവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ അത്. അതാണ് ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേവിച്ച ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഫ്ലെയിം ഓഫ് ചെയ്യണ്ട, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാണ്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏലക്കാപ്പൊടി എല്ലാം എടുത്തിരിക്കുന്നത് 4 ഏലക്കായ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി എടുക്കണം. ഇത് നമുക്ക് കറക്റ്റ് ഓരോ ബൗളായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് ഇതിൻ്റെ ബാറ്റർ എങ്ങനെയാണോ അത് റെഡി ആകുന്നത് വരെ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ബൗളാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബാറ്റർ റെഡിയാക്കുമ്പോൾ ഇതിവിടെ വെള്ളം അധികമായി പോകരുത് കേട്ടോ. അതേപോലെ നല്ല ടൈറ്റും ആവരുത്. ഒരു
നോർമലായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററിക്ക് കുറച്ച് പൗഡേഴ്സ് കൂടെ ചേർത്ത് കൊടുക്കാണ്ട്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ടേസ്റ്റ് വേണ്ടിയിട്ടൊന്നുമില്ല, നമ്മുടെ ഒരു കളറൊരു യെല്ലോ ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു ടീസ്പൂൺ അപ്പസോഡ എന്നല്ലേ പറയുക, അപ്പസോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതും കൂടെ ഒന്ന് ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സുഖിയ റെഡിയാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പാണ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇതിങ്ങനെ ബൗളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് ആയി. ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം കൂടി പോകുമായിരുന്നു. പിന്നെ അത് ഒറ്റ വിസിലാക്കിയാൽ മതി. നമ്മൾ ചെറുപയറല്ലേ എന്ന് കരുതിയിട്ട് 2-3 വിസിലൊക്കെ അടിച്ചെടുക്കും. അപ്പോൾ ഒറ്റ വിസിലിനെ മതി. എന്താ ആൾ കൂടി ഇവിടെ എല്ലാവരും ബൗളാക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പിടി എടുക്കുമ്പോൾ തന്നെ നല്ല ബൗളായിട്ട് കിട്ടുന്നുണ്ട്. ഇതെല്ലാതും ഞാനിവിടെ ബൗൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഇവിടെയാണ് നമ്മൾ സക്സസ് ആയോ അതോ ഫ്ലോപ്പായോ എന്നറിയാൻ പറ്റുക. ഇനി ഞാനിവിടെ ഹെൽപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അവരുടേതൊക്കെ ചെറുതായി പോകുന്നും വലുതായി പോകുന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബൗളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉണ്ട്, ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ചട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സാധാ ചട്ടി ഉണ്ടല്ലോ, ചട്ടിയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനത്തെ പാനിലാണ്, പോട്ടിലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് മുങ്ങിക്കിടക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു കുണ്ടുള്ള ചട്ടിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്റർ ബൗൾ എടുത്തിട്ട് അത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നോർമൽ എല്ലാ പഴംപൊരിയും അതേപോലെ മുട്ട ബജിയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഉള്ളിലുള്ളതൊക്കെ വെന്ത സാധനങ്ങളാണ്. ഇനി നമുക്ക് ജസ്റ്റുള്ള പുറത്തുള്ള മാവുണ്ടല്ലോ അതുകൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടുള്ളൂ. അപ്പോൾ സുഖിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഞാനിതൊക്കെ സുഖിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ശർക്കരപ്പാനി വേറെ റെഡിയാക്കി വെച്ചിട്ട് ചെറുപയറുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഒഴിച്ചിട്ട് വെള്ളം അധികമായി പോകാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്തപ്പോൾ ഇതുവരെ ഫ്ലോപ്പായിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ